യേശുവെ നന്ദി. എൻ്റെ പേര് റിൻസി. ഞാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ചേച്ചിക്ക് ബ്രസ്റ്റിൽ ഒരു മൾട്ടിപ്പിൾ നോട്ട്സ് 2 ബ്രസ്റ്റിലും ഉണ്ടായി. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തേനും ഒരുപോലും കൊടുത്തു. ചേച്ചിയെ പറ്റി പ്രാർത്ഥിച്ചു. ഔസപിതാവിൻ്റെ നോവേന കണ്ട് പ്രാർത്ഥന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചേച്ചിയുടെ പേര് സോഫി എന്നാണ്, സോഫിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എൻ്റെ പേര് റിൻസി എന്നാണ്, റിൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ബയോപ്സി വന്ന സമയത്ത് മൾട്ടിപ്പിൾ ഉള്ളതുകൊണ്ട് എന്തായാലും ക്യാൻസർ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവർ തന്നെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കഴിയുമ്പം ഫ്രോസൺ ബയോപ്സി എടുത്തു. അത് റിമൂവ് ഒരു ബ്രസ്റ്റിലെ സിസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ റിപ്പോർട്ട് നോർമലായി. ചേച്ചിക്ക് വിശ്വാസം വരികയും ചെയ്തു. അച്ഛനൊപ്പേല് ആണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത്. പിന്നെ എൻ്റെ കുഴൽക്കിണറിൻ്റെ അകത്ത് എപ്പോഴും കലങ്ങിയ വെള്ളമായിരുന്നു, മണമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 12 വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉപ്പിടാനും. ഞാൻ 12 വിശ്വാസപ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഇട്ട് പ്രാർത്ഥിച്ചു. അത് കലക്കലെല്ലാം മാറി നല്ല തെളിവുള്ള വെള്ളമായി. സ്മെല്ലും മാറിക്കിട്ടി. അതുപോലെ എനിക്ക് 5-8 വർഷമായിട്ട് കൈക്ക് ഡ്രൈനസ് ആയിരുന്നു. സോപ്പ് ഉപയോഗിക്കാനും പറ്റിയില്ല, കൈയൊക്കെ പൊട്ടുമായിരുന്നു. ഇപ്പോൾ അത് എപ്പോഴും അറിയില്ല, അച്ഛനെ വിളിച്ച് പറയുമായിരുന്നു, എപ്പോഴും അത് മാറിക്കിട്ടി. ഒത്തിരി ചെറുതുമല്ല ഉപകാരം. ചേച്ചിയുടെ പേര് സോഫി. സോഫിയ. ഒരു പ്രാവശ്യം ക്യാൻസർ എന്ന് പറഞ്ഞു, പിന്നെ വീണ്ടും ടെസ്റ്റ് എടുത്ത് പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പേര് വിളിച്ച് പറഞ്ഞു, ഇവളുടെ പേര് വിളിച്ച് പറഞ്ഞു. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 2ാമത്തെ ദിവസത്തിൽ ആ രോഗമില്ല. കണ്ടോ? പ്രൈസ്.